തന്റെ പാപ്പാനെ കൊല ചെയ്തതുമൂലം നരകജീവിതം അനുഭവിച്ച് ചെരിയേണ്ടി വന്ന ആനയാണ് വളഞ്ഞമ്പലം ഗണപതി എന്ന കൊമ്പൻ. തേവര സനീഷ് എന്ന തന്റെ പാപ്പാനെയാണ് ഗണപതി കൊന്നത്. 2014 ഫെബ്രുവരിയിലാണ് സംഭവം നടക്കുന്നത്. എവിടെയോ ഉത്സവ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം വളഞ്ഞമ്പലം ഗണപതി എന്ന ആനയെ എറണാകുളം തേവര എന്ന സ്ഥലത്ത് തളച്ചിരിക്കുകയായിരുന്നു. ആനയ്ക്ക് വെള്ളം നൽകാനായി ചെന്ന പാപ്പാനെ ആന തുമ്പിക്കൈ കൊണ്ട് വാരിയെടുത്ത് തെങ്ങിലടിച്ച് കൊല്ലുകയായിരുന്നു. അവിടെ വെച്ച് തന്നെ പാപ്പാന് മരണം സംഭവിച്ചു. പ്രശ്നക്കാരായ ഏതാനകളെയും ചട്ടം പഠിപ്പിക്കാൻ കഴിവുള്ള പാപ്പാനായിരുന്നു തേവര സനീഷ്. ആഫ്രിക്കൻ ആനകളെ പോലും ചട്ടം പഠിപ്പിച്ച പാപ്പാൻ. ഇത്രയും കഴിവുള്ള പാപ്പാനെയാണ് ഗണപതി കൊലപ്പെടുത്തിയത്. ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും പുത്തംകുളം ഷാജിയാണ് ഗണപതിയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. ആദ്യകാലത്ത് പുത്തംകുളം അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇവന് പ്രായത്തിൻ്റെതായ വികൃതികൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കൈമാറ്റങ്ങൾ നടത്തപ്പെട്ടു. പുത്തംകുളം അയ്യപ്പനിൽ നിന്നും കാട്ടുപുതുശ്ശേരി അയ്യപ്പനിലേക്കും കുറ്റുമുക്ക് ദേവനാരായണൻ, മുത്തൂറ്റ് മഹാദേവൻ, ഊട്ടോളി മഹാദേവൻ, ഒടുവിൽ വളഞ്ഞമ്പലം ഗണപതിയായി. പാപ്പാനെ കൊലപ്പെടുത്തിയതോടെ ഗണപതിയുടെ കഷ്ടകാലം ആരംഭിച്ചു. മാറി മാറി വന്ന പാപ്പാന്മാരുടെ ക്രൂരമായ കെട്ടിയഴിക്കലിന് ഗണപതി വിധേയനായി. ശരീരമാസകലം മുറിവുകളുമായി നരകയാതന അനുഭവിച്ചു. അവസാന കാലത്ത് കോടനാട് ആനസംരക്ഷണ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സകൾ നടത്തിയെങ്കിലും 23-ാമത്തെ വയസ്സിൽ ഗണപതി ഈ ലോകത്തോട് വിട പറഞ്ഞു. പാപ്പാനെ കൊലപ്പെടുത്തിയതിന്റെ പേരിൽ മറ്റു പാപ്പാന്മാരുടെ ക്രൂരപീഡനത്തിനിരയായി നരകയാതന അനുഭവിച്ച് ചെരിയേണ്ടി വന്ന വളഞ്ഞമ്പലം ഗണപതിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് മറ്റൊരാനക്കഥയുമായി വീണ്ടും കാണാം.